നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കള്ളം പറഞ്ഞ് അവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനും ആവില്ല. തൽക്കാലം ഒന്നും സംഭവിക്കില്ല എന്നോർത്ത് നമുക്ക് ആശ്വസിക്കാം. അരുതാത്ത ഒന്നും സംഭവിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനല്ലേ നമുക്ക് കഴിയൂ. എന്തായാലും നല്ലൊരു ദിവസമായിക്കൊണ്ട് ഒരുപാട് ചിന്തിച്ചു കൂട്ടി നീ മനസ്സ് നീട്ടണ്ട. ചെല്ല്, കാഞ്ചനയെ ഒന്നുകൂടി വിളിക്കും. ഞാനിപ്പോ വരാം. എന്താ നിരഞ്ജൻ സാറിന്റെ അമ്മ സ്പെഷ്യൽ? എന്റെ സ്വാമി, ഇങ്ങനെ നീട്ടി പരത്തി വിളിക്കണ്ട. നിരഞ്ജൻ സാറിന്റെ അമ്മയെന്ന് വിളിച്ചാ പോരെ? ഓഹോ, ആയിക്കോട്ടെ. എന്താ അമ്മ സദ്യക്ക് സ്പെഷ്യല്? നല്ല മധുരക്കറിയുണ്ട്. പഴുത്ത കൈതച്ചക്കയും ഏത്തപ്പഴവും മുന്തിരിയൊക്കെ ഇട്ടുണ്ടാക്കിയതാ. അത് കലക്കിട്ടോ, കേട്ടിട്ട് കൊതിയാവും. എന്തു പറഞ്ഞു മോളെ? ഓ, അപ്പച്ചി വരില്ല. അപ്പച്ചിക്ക് ഉപവാസം വന്നു. ഇടയ്ക്കൊരു ഉപവാസം എടുക്കുന്നത് നല്ലതാ. ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ആഹാ, എല്ലാം നിരത്തിയല്ലോ. ഇനിയിപ്പോ ഇരിക്കാലോ. അല്ല, കാഞ്ചന വന്നില്ലേ? ഇല്ല. ആഹാ, അത് ശരിയല്ലല്ലോ. ഞാൻ വിളിക്കാം. ഡാഡി, ദൈവത്തെ ഓർത്ത് വഴക്കിനൊന്നും പോവരുത്. വഴക്കിനോ? അത് കൊള്ളാലോ. ഞാൻ എന്റെ പെങ്ങളെ സദ്യ ഉണ്ണാൻ വിളിക്കാൻ പോവല്ലേ. കാഞ്ചനെ, കാഞ്ചനെ പറഞ്ഞോ. എന്റെ ചെവി പൊട്ടിട്ടൊന്നുമില്ല. ചെവിക്കല്ല് പൊട്ടാത്തതിന്റെ സൂക്കേടാണല്ലോ നിനക്ക്. നിങ്ങൾ വന്ന കാര്യം പറ. നീ എന്താ ഊണ് കഴിക്കാൻ വരാത്ത? വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഇന്ന് നല്ലൊരു ദിവസമല്ലേ? നല്ല ദിവസോ? ആർക്ക്? അത് നിങ്ങള് ഡാഡിക്ക് മോക്കും. എനിക്കൊരു നശിച്ച ദിവസാ. നിങ്ങള് മകളുടെയും മരുമകന്റെ ഒക്കെ പിറന്നാൾ ആഘോഷിക്കുമ്പോ ഞാൻ ചിന്തിക്കുന്നത് എന്റെ മകന്റെ നഷ്ടപ്പെട്ടു പോയ പിറന്നാളുകളെ കുറിച്ചാ. അവൻ പട്ടിണി കിടന്നും പൈപ്പ് വെള്ളം കുടിച്ചു ആഘോഷിച്ച പിറന്നാളുകളായി എന്റെ മനസ്സിൽ. കീഞ്ചന. നിങ്ങളുടെയോ നിങ്ങളുടെ മരുമകന്റെയോ ചാത്തമോ ചക്കാലയോ ആവട്ടെ, ഞാൻ വന്ന് സദ്യ ഉണ്ടോളാം. തൽക്കാലം പൊന്നാങ്ങളെ പോയിരുന്ന് പുഴ ചുരുട്ടി വിഴുങ്ങ്. അടുത്ത ഒരു പിറന്നാൾ ആഘോഷിക്കാൻ നിങ്ങളോ മരുമകനോ ഇല്ലെങ്കിലോ. സദ്യക്ക് ക്ഷണിക്കാൻ വന്നിരിക്കുന്നു. അപ്പച്ചി വരത്തില്ലല്ലേ ഡാഡി? നമ്മുടെ മാന്യത നമ്മൾ കാണിച്ചു. നീ വിളമ്പ്, എനിക്ക് നല്ല വിശപ്പുണ്ട്. സ്വാമി എന്താ എങ്ങനെ അന്യനെ പോലെ മാറി നിൽക്കുന്നത്? ഇരിക്കേ. നിരഞ്ജന്റെ അമ്മ എന്താ ഇരിക്കാത്തത്? ഇരിക്കേ. വേണ്ട സാറേ, ഞാൻ പിന്നീട് ഇരുന്നോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് ഈ സദ്യ കഴിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് നിരഞ്ജന്റെ അമ്മയ്ക്കാ. ഇരിക്കേ. പിന്നെ കഴിക്കാൻ മോളെ. അമ്മ ഇരിക്കേ, അങ്ങോട്ട് ഇരിക്കേ. മതി.
ഇങ്ങനെ ഒരു ചടങ്ങ് ജയിലിൽ നടത്താൻ പറ്റുമെന്ന് ചോദിച്ചാ ജയിലിൽ എന്ത് ചടങ്ങും നടത്താം. സത്യം പറഞ്ഞ സത്യസന്ധവും നിഷ്കളങ്കവുമായ ആഘോഷങ്ങൾ നടക്കുന്നത് ജയിലില്ല. ഈ നിഷ്കളങ്കരായ ആൾക്കാരെ എല്ലാം പിടിച്ച് നിങ്ങൾ ജയിലിട്ടിരിക്കല്ലേ? ഇന്നൊരു നല്ല ദിവസമായതുകൊണ്ട് ഞാനിതിന് മറുപടി പറയുന്നില്ല. നിന്റെ കേസുകളുടെ എണ്ണം ഞാൻ ഒച്ചത്തിൽ വായിക്കണോടാ. അയ്യോ സാറേ, വേണ്ട സാറേ. ഇവന്റെ നാവന് ലൈസൻസ് ഇല്ലെന്ന് സാറിന് അറിയാലോ. ചുമ്മാ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സാറിനെന്താ ഒരു സന്തോഷമില്ലാത്തത്? ആകപ്പാടെ വലിഞ്ഞു മുറുകിയിരിക്കുകയാണല്ലോ മുഖം. വീട്ടുകാരെ പറ്റിയുള്ള ഓർമ്മകളല്ലേ മനസ്സിൽ നിറയെ, അതാ കാര്യം. പിന്നെ അല്ലാതെ കഴിഞ്ഞ കൊല്ലം വരെ വീട്ടുകാർക്കൊപ്പം സന്തോഷമായിട്ട് ആഘോഷിച്ച ഒരാള് ഇപ്പൊ ദേ ഇവിടെ ഇങ്ങനെ. ഇവിടെ എന്താടാ വേലു കുഴപ്പം? അതെ സാറേ, ക്രിമിനലുകളുടെ വലിയ കുടുംബം. സാറേ, കേക്ക് മുറുക്കി. യുവമാരല്ല ഈ കേക്ക് നോക്കി നിൽക്കുക. ഇന്നെന്തായാലും ജയിൽ മെനുവിൽ മട്ടനുണ്ട്. സംഗതി ജോറായി. അയ്യോ സാറേ, എന്ത് പറ്റി സാറേ? സാറേ എന്ത് പറ്റി? സാറിന് ഇത് എന്താ പറ്റി? സാറേ എന്ത് പറ്റി? സാർ വള്ളസദ്യയൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഇതെന്താ തൂക്കുപാത്രത്തില് പായസം. എങ്ങോട്ടാ? ഓ, ജയിലിലേക്കായിരിക്കും. അതെ. അമ്മയും മരുമോളാണോ മധുരം കൊണ്ടുപോകുന്നത്? അല്ല, ഡാഡിയാ. ഓ, ഡാഡി പോവും, മധുരം കൊടുക്കുകയും ചെയ്യും. കാരണം നിരഞ്ജൻ അകത്ത് കിടക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഡാഡിയല്ലേ. മോള് ക്ലീനായി പുറത്തു വന്നല്ലോ. അമ്മ വാ. അതെ, ഇന്ന് എവിടുന്നൊക്കെ പായസം വരും എന്തോ. ദേവികയുടെ വീട്ടിൽ നിന്ന് എന്നതാ? കടലപ്പായസമാണോ അതോ പഴപ്രഥമനോ? 3:30 സാർ സമയം? അതെ, 3:30 മുതൽ 5:30 വരെയാണ് ഡിസ്ചാർജ് ടൈം. എന്നാലും നമുക്കിപ്പോഴേ ഇറങ്ങാം. എനിക്ക് പോകുന്ന വഴിക്ക് ആ വക്കീൽ കുര്യന്റെ ഓഫീസിലൊന്ന് കയറണം. കുര്യൻ അസോസിയേറ്റ്സ് ആണല്ലോ നമ്മുടെ ആശുപത്രിയുടെ കേസുകൾ നോക്കുന്നത്. അറിയാം സാർ. ഞാനും കൂടെ വരായിരുന്നു ഡാഡി. ഓ, ഇന്ന് വേണ്ട. എന്റെ പൊന്നുമോള് അടുക്കളയിൽ അമ്മയെ സഹായിക്കും. അല്ല, അതിന്റെ ഗുണം കാണാനുണ്ട്. അല്ല, ഇന്നത്തെ സദ്യക്ക് നീ എന്തോ കറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. എന്താ പേര്? കാലനോ? ഡാഡി കളിയാക്കണ്ട. കാളൻ. ആ, കാളൻ. അത് കൊള്ളായിരുന്നു അല്ലേ സ്വാമി? പിന്നെ സൂപ്പർ. അക്ഷര മേഡം ഈ ഫാഷൻ ഷോ ഒക്കെ വിട്ട് കുക്കറി ഷോയില് ശ്രദ്ധിക്കണം എന്നാണ് എന്റെ ഒരു. സ്വാമിയേട്ടാ കളിയാക്ക. അല്ല, സത്യമായിട്ട് പറഞ്ഞു. ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, അക്ഷരങ്ങളെല്ലാം പെട്ടെന്ന് പഠിച്ചോളൂ. അതാണ്. CI ആണല്ലോ. ഹലോ, ഞാൻ CA. ആ, മനസ്സിലായി സാർ. വിശേഷിച്ചെന്തെങ്കിലും? എന്താ ഡാഡി? മോളെ, കാര്യം പറ ഡാഡി. നിരഞ്ജന് ഡാഡി
ആനക്കപ്പെടുകയാണേ. 5 മണിക്ക് ഡോക്ടർ വരും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. സിസ്റ്റർക്ക് ആളെ കൃത്യമായിട്ട് പിടികിട്ടിയില്ലല്ലേ? ഇത് നിരഞ്ജൻ സാർ, ഏറ്റവും മികച്ച കാർഡിയക് സർജന്മാരിൽ ഒരാളാണ്. അയ്യോ സോറി സർ, മനസ്സിലായില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഇവിടെ ഞാനൊരു പേഷ്യന്റ് മാത്രമാണ്.